കൊച്ചിയിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിയായ യുവതിയുടെ മാതാപിതാക്കൾ. തങ്ങളുടെ മകൾക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നും മരണം വരെ തൂക്കിലേറ്റണമെന്നാണ് യുവതിയുടെ പിതാവ് പ്രമോദ് റസ്തോഗി പറഞ്ഞത്. തന്റെ മകൾക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന സൗരഭ് രജ്പുത്ത് ആണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശേഷം ശരീരം വെട്ടിനുറുക്കി വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു. സൗരഭിന്റെ ഭാര്യ മുസ്കാൻ റസ്തോഗിയും കാമുകൻ സാഹിൽ ശുക്ലയും തമ്മിലുള്ള വിവാഹേതര ബന്ധമാണ് കൊടും ക്രൂരതയിലേക്ക് നയിച്ചത്. ബന്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മുസ്കാൻ റസ്തോഗിയെ കാമുകൻ സാഹിൽ മയക്കുമരുന്നിന് അടിമയാക്കിയെന്ന് പിതാവ് ആരോപിക്കുന്നുണ്ട്. മകൾ തങ്ങളോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. മയക്കുമരുന്നില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് മുസ്കാൻ പറഞ്ഞിരുന്നു. മരുമകനാണെങ്കിലും സൗരഭ് മകനെ പോലെയായിരുന്നു. കോടികൾ വരുന്ന സമ്പാദ്യം ഭാര്യയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച ആളാണ് സൗരഭ്. മുസ്കാന് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവളെ തൂക്കിലേറ്റുകയാണ് വേണ്ടതെന്നും പ്രമോദ് റസ്തോഗി പ്രതികരിക്കുകയായിരുന്നു. സൗരഭുമായി വഴക്കുണ്ടായെന്ന് മാർച്ച് 17-ാം തീയതി മുസ്കാൻ തന്നെ അറിയിച്ചിരുന്നെന്ന് അമ്മ കവിത റസ്തോഗി തുറന്നു പറഞ്ഞു. വീട്ടിലേക്ക് നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് മുസ്കാൻ പറഞ്ഞു. വീട്ടിലെത്തിയുടൻ മുസ്കാൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗരഭിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്ന് കള്ളം പറഞ്ഞു. ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പിതാവ് വീണ്ടും മുസ്കാനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് താനും കാമുകൻ സാഹിലും ചേർന്നാണ് സൗരഭിനെ കൊന്നതെന്ന് മുസ്കാൻ സമ്മതിച്ചതെന്നും കവിത പറഞ്ഞു. സാഹിലും മുസ്കാനും 8-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണെന്നാണ് പിതാവ് പ്രമോദ് റസ്തോഗി വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 മുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇരുവരും ബന്ധം പുനരാരംഭിച്ചത്. 2 വർഷം മുൻപ് സൗരഭ് ലണ്ടനിലേക്ക് പോയതിന് പിന്നാലെ സാഹിൽ വഴി മുസ്കാൻ മയക്കുമരുന്നിന് അടിമയായിരുന്നെന്നും പിതാവ് പറഞ്ഞു. മുസ്കാനെ സൗരഭ് അന്ധമായി സ്നേഹിച്ചിരുന്നുവെന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സൗരഭിന് നീതി ലഭിക്കണമെന്നും അവർ പറഞ്ഞു. തങ്ങളുടെ മയക്കുമരുന്ന് ഉപയോഗം സൗരഭ് നിർത്തുമോ എന്ന ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് മുസ്കാൻ പറയുന്നത്. സൗരഭ് ലണ്ടനിലേക്ക് പോയപ്പോൾ മുസ്കാനെ ഞങ്ങൾക്കൊപ്പം നിർത്താൻ താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞിരുന്നു. എന്നാൽ സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു അവളുടെ താല്പര്യം. അതിനെ സൗരഭും അനുകൂലിച്ചു. സൗരഭ് ലണ്ടനിലായിരിക്കുമ്പോൾ മുസ്കാന് 10 കിലോയോളം ശരീരഭാരം കുറഞ്ഞിരുന്നു. സൗരഭ് സ്ഥലത്തില്ലാത്ത വിഷമം കൊണ്ടാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. സാഹിൽ അവൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് മുസ്കാന്റെ രക്ഷിതാക്കളുടെ വാക്കുകൾ. സൗരഭിനും മുസ്കാനും ഒരു മകളുണ്ട്. കുട്ടി മുസ്കാന്റെ രക്ഷിതാക്കൾക്കൊപ്പമാണിപ്പോൾ. 2016-ലായിരുന്നു സൗരഭ് രജ്പുത്തും മുസ്കൽ റസ്തോഗിയും പ്രണയിച്ച് വിവാഹിതരായത്. ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച സൗരഭ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു. പ്രണയ വിവാഹവും ജോലി ഉപേക്ഷിച്ചതും സൗരഭിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് തർക്കങ്ങൾക്ക് കാരണമായതോടെ സൗരഭും മുസ്കാനും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. 2019-ൽ ഇവർക്കൊരു മകളും ജനിച്ചു. എന്നാൽ മുസ്കാൻ സുഹൃത്തായ സാഹിലുമായി പ്രണയത്തിലാണെന്ന് സൗരഭ് പിന്നീട് മനസ്സിലാക്കി. വിവാഹമോചനത്തെ കുറിച്ച് ആലോചിച്ചെങ്കിലും മകളുടെ ഭാവി ഓർത്ത് തീരുമാനത്തിൽ നിന്ന് സൗരഭ് പിന്നോട്ട് പോവുകയായിരുന്നു. വീണ്ടും മർച്ചന്റ് നേവിയിൽ ചേരാനും അദ്ദേഹം തീരുമാനിച്ചു. 2023-ൽ ജോലിക്കായി അദ്ദേഹം രാജ്യം വിട്ടു. ഫെബ്രുവരി 28-നായിരുന്നു ഇവരുടെ മകളുടെ 6-ാം പിറന്നാൾ. മകളുടെ ജന്മദിനം ആഘോഷിക്കാനായി ഫെബ്രുവരി 24-ന് സൗരഭ് വീട്ടിലേക്ക് എത്തി. ഈ സമയം മുസ്കാനും സാഹിലും സൗരഭിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. മാർച്ച് 4-ന് മുസ്കാൻ സൗരഭിന്റെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി. സൗരഭ് മയങ്ങിക്കഴിഞ്ഞപ്പോൾ സാഹിലിനൊപ്പം ചേർന്ന് കത്തി ഉപയോഗിച്ച് സൗരഭിനെ കൊലപ്പെടുത്തുകയും വെട്ടി നുറുക്കി വീപ്പയ്ക്കുള്ളിലാക്കി സിമന്റ് ഇട്ട് അടയ്ക്കുകയുമായിരുന്നു.